നമ്മുടെ പൊതുവായൊരു ആവശ്യം ഒന്നും ഒരു പ്രത്യേകിച്ച് ഒരു കോമ്പൻസേഷൻ അങ്ങനെയുള്ളൊരു കാര്യങ്ങളെ വിചാരിച്ചിട്ടല്ല നമ്മൾ ഈ ഒരു ചർച്ചയ്ക്ക് പങ്കെടുത്തത്. തീരെ ആവശ്യമില്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി. അവിടെ മൂന്ന് ഡോക്ടർമാരുടെ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് നമ്മുടെ കുട്ടി നഷ്ടപ്പെട്ടു. അവരിപ്പോൾ പറഞ്ഞത് അവിടെ അതിന് കാരണക്കാരായ 3 ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാരുടെ പേരിൽ ഡിവൈഎസ്പി സാർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ മേൽ മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ പേരിൽ കേസെടുക്കാം. ബാക്കിയുള്ള തീരുമാനം അതിനെന്താണെന്ന് ഇവിടുന്ന് വേണ്ടതെന്ന് വെച്ചാൽ അവർ നമുക്ക് ഒരു വാക്കാൽ ഉറപ്പ് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനൊരു അവസ്ഥ നമ്മളിവിടെ വന്നതും ചർച്ചയ്ക്ക് വന്നതും വേറെ ഒന്നുമല്ല. നമ്മൾ ഇങ്ങനെയൊരു അവസ്ഥ ഇനിയൊരു കുട്ടിക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ അവർ ഏതെങ്കിലും ഡോക്ടേഴ്സ് ആലോചിക്കണം, തീരുമാനിക്കണം. ഒരു വട്ടമെങ്കിലും ആലോചിച്ചിട്ട് മാത്രമേ ഇങ്ങനൊരു ചികിത്സയിലേക്ക് പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ കുട്ടി നഷ്ടപ്പെട്ടത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് സാറിനോട് ആവശ്യപ്പെട്ടു. മാനേജ്മെന്റിന് അടക്കം അവിടെ ഇല്ല. അതിന് ഉത്തരവാദികളായ 3 ഡോക്ടേഴ്സിനെ എല്ലാവരെയും നമ്മൾ ആദ്യം പ്രതി ചേർത്തത്. ഇതിൽ ഇന്നോളുടെ അനസ്തേഷ്യ ഡോക്ടർ അഞ്ജലി പൊതുവാളിനെ മാത്രമാണ് പ്രതി ചേർത്തത്. അതല്ല, അവിടെ ഉണ്ടായിരുന്ന പീഡിയാട്രീഷ്യൻ ഡോക്ടർ ആശ നിർമ്മൽ, അതിന് ഇൻസിസ്റ്റ് ചെയ്ത ഡോക്ടർ ആരതി അന്തർജനം, ഈ 3 ഡോക്ടേഴ്സിനെയും പ്രതി ചേർക്കണം എന്ന് തന്നെയാണ് നമ്മുടെ തീരുമാനം. ബിക്കോസ് അവരുടെ തീരുമാനപ്രകാരമാണ് ഒരു കുട്ടീനെ അനസ്തേഷ്യ ചെയ്യണോ ട്രീറ്റ്മെന്റ് ചെയ്യണോ എന്നുള്ള തീരുമാനം വരുന്നത്. അപ്പം നിർബന്ധമായിട്ടും മാനേജ്മെന്റും ഈ 3 ഡോക്ടർമാരുടെ പ്രതികരണം ചെയ്യണം നിർബന്ധമായി. നിസ്സാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലും ആ ടേബിളിന്റെ മുകളിൽ നിന്ന് പറഞ്ഞത്, അവിടെ ഇപ്പം പരിഹാരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലും പറഞ്ഞത്, ഇതിനാണോ സർജറി, ഇതിനാണോ അനസ്തേഷ്യ കൊടുത്തതെന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായി തന്നെ ഉണങ്ങാവുന്ന ഒരു മുറിവായിരുന്നു ഈ മുറിവ്. കുട്ടി മരിക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് ഞാൻ കണ്ടപ്പോൾ ആ മുറിവ് ഉണങ്ങി. ബോഡി ഇൻക്വസ്റ്റ് ചെയ്ത ഡോക്ടർ സാറിനോട് ചോദിക്കാം. പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നാണ് ഇവിടുന്ന് അതിൻ്റെ എമൗണ്ടും പറഞ്ഞിരുന്നു. അത് കുട്ടിയെ കാണുന്നതിന് മുമ്പേ ഇവിടുന്ന് വാട്സപ്പിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടാണ് ബാക്കി ട്രീറ്റ്മെന്റ് ഒരു തീരുമാനം. ഉറപ്പ് പറഞ്ഞത് ഈ 3 ഡോക്ടർമാർക്കെതിരെയും അവർ യാതൊരു തരത്തിലുള്ള സംരക്ഷണവും അവർ കൊടുക്കില്ല, പുറത്താക്കുമെന്നുള്ള നടപടികളെ കുറിച്ച് പറയാൻ അവരായിട്ടില്ല. അവർ പറയുന്നത് അന്വേഷണം നടത്താമെന്നും ഡിവൈഎസ്പി സാറും അതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഈ 3 ഡോക്ടർമാരുടെയും പ്രതിയേർത്ത് അവരെ 3 ഡോക്ടർമാരെയും ഇതുവരെ അവിടെ കിട്ടിയിട്ടില്ല. അവർ ഇപ്പോൾ വിളിച്ച് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് ഇവർ പറയുന്നത്. പിഴവ് സമ്മതിക്കില്ല ഒരിക്കലും. നിങ്ങൾക്കറിയാലോ, എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാം, ആരും പിഴവ് സമ്മതിക്കില്ല. അവർ പറയുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാർ പരിശോധിച്ചു. ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളും സംവിധാനങ്ങളോടും കൂടിയാണ് പരിശോധന നടത്തിയത്. ആരും തന്നെ പിഴവ് സമ്മതിക്കില്ല സർ, ആരും പിഴവ് സമ്മതിക്കില്ല. 18,000 രൂപ കൊടുത്താൽ മാത്രമേ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത്രയും ഗുരുതരമായ രീതിയിൽ അനാസ്ഥയാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. പണത്തിന് വേണ്ടി തന്നെയാണ് സാർ, ഇത് വേറൊന്നുമല്ല. പണത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഉൾപ്പെടെ നമ്മളെല്ലാവരും ഇതിൽ ഒരുപോലെ പാർട്ട്നേഴ്സാണ്. സാധാരണ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് പബ്ലിക് കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ജയിച്ച ഒരു അനുഭവം നമുക്ക് കാണാറില്ല. ഒരിക്കലും എനിക്ക് എൻ്റെ അറിവനുസരിച്ച് നമുക്കിത് കേസ് ജയിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളിത് കേസ് ജയിക്കണമെന്നോ ഒരു കോമ്പൻസേഷൻ വേണമെന്നോ വിചാരിച്ചിട്ടല്ല ഇവിടെ വന്നത്. കോമ്പൻസേഷൻ എന്നുള്ള കാര്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ചർച്ചയ്ക്ക് വിടുന്നില്ല? ഇല്ല, അത് വെച്ചിട്ടില്ല. നമുക്കതിലൊരു പ്രാധാന്യമുള്ള കാര്യമല്ല അത്. കോമ്പൻസേഷനോ അല്ലെങ്കിൽ ഈ കേസ് ജയിക്കുമെന്നുള്ള ധാരണയോടെ അല്ല നമ്മളിവിടെ വന്നതും. നമ്മളെ കുട്ടീനെ കിട്ടുമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. അത് കിട്ടിയില്ല. ഇനി അതിലൊരു തിരിച്ചില്ല. ഈ കുട്ടിയുടെ പ്രീവിയസ് ഹിസ്റ്ററി എടുത്തിരുന്നു? പ്രീവിയസ് ഹിസ്റ്ററി ജസ്റ്റ് പറഞ്ഞിരുന്നു അവരോട്. മറ്റ് ഹിസ്റ്ററി നോക്കാനോ കാര്യങ്ങളൊന്നും അവർ ആവശ്യപ്പെട്ടിട്ടില്ല, ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു, വാക്കാൽ പറഞ്ഞു, അവരത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടാണ് അതാണ് അവരുടെ കൺസെന്റ് ആണ്. എല്ലാവരും വളരെ ഡേഞ്ചറസ് ആണ്. കൊടുക്കാറില്ല എന്നല്ല സാർ, അത് വളരെ എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ അത് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉള്ളൂ. ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ 3-ാം ദിവസം ഒരു ട്രീറ്റ്മെന്റും കൂടാതെ ഇന്ന് മുതൽ ആ കുട്ടി 5-ാം ദിവസം മുതൽ ഈ കഴിഞ്ഞ 10-ാം ദിവസം കുട്ടി മരിക്കുന്നത് വരെയും ആ ഒരു മുറിവിന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല. ഒരു ബാൻഡേജോ വിത്ത് ഒരു പഞ്ഞി ഒട്ടിച്ചതേ ഉള്ളൂ. ആ പഞ്ഞി ഞാൻ ഇന്നലെ നോക്കി എടുത്ത് മാറ്റിയിരുന്നു. ആ പഞ്ഞി എടുത്ത് മാറ്റിയപ്പോൾ ആ മുറിവിൻ്റെ ഒരു കല മാത്രമേ അവിടെ ഉള്ളൂ. അത്രയും വലിയ ഡീപ്പായിട്ടുള്ളൊരു വൂണ്ടാണെങ്കിൽ അത് മുറിവ് ഒരിക്കലും ഉണങ്ങില്ല, ഇൻഫെക്റ്റഡ് ആവും, ഉണങ്ങില്ല. അത് ഉണങ്ങി, മുറിവ് പോയി, എൻ്റെ മോനും പോയി. ഇവരുടെ ഒരു സീരിയസ് ആയ ഒരു ആറ്റിറ്റ്യൂഡിനായിരുന്നു നിങ്ങളോട് ഉണ്ടായിരുന്നത് മാനേജ്മെന്റ്?
നമുക്ക് ആ കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല സാർ. മാനേജ്മെൻറ്റ് തീരുമാനിച്ചു. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, അവിടെയുള്ള പയ്യന്നൂർ ബേബി മെമ്മോറിയലിൻ്റെ ഭാഗത്തുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, പോലീസ് ഡിവൈഎസ്പി സാർ ഉണ്ടായിരുന്നു. ഡിവൈഎസ്പി സാറാണ് പ്രതികർക്കാന്നുള്ള ഉറപ്പ് തന്നത്. അവർ വാക്കാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സാർ.